ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ യുദ്ധം ഒരുപാട് പേരുടെ ജീവിതത്തെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മളതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. മറുഭാഗത്ത് അതിലൊന്നും തളരാതെ ജീവിതം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുമുണ്ട്. ഇസ്രായേലിലെ ആ ആളുകളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ മറുവശത്താണെങ്കിലും ജനങ്ങളെല്ലാവരും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പകച്ചു നിൽക്കുന്നതിനിടയിൽ പോലും അവർക്ക് സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ ചില നിമിഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അത് മുന്നിലേക്ക് കൊണ്ടുപോകണം. യുദ്ധത്തിനിടയിൽ ബങ്കറിൽ നിന്ന് പകർത്തിയ കല്യാണ വീഡിയോയും കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. സമയമായി കണ്ടതുപോലെ തന്നെ ബങ്കറിനുള്ളിലെ ഒരു സന്തോഷരാവാണ്. ഒരുപക്ഷെ ആ ബങ്കറിനുള്ളിലായിരിക്കും ആ സന്തോഷം നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ആ ബങ്കറിന് പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ ഏതോ ഒരു ലോകമാണ്, മറ്റെന്തൊക്കെയോ സംഭവിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷകളോടെ, വലിയ ആഗ്രഹങ്ങളോട് കൂടി നമ്മളൊരു സ്വപ്നങ്ങളൊക്കെ കണ്ടായിരിക്കും. പ്രത്യേകിച്ചും വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും, ഈ വീഡിയോയിൽ കാണുന്ന ഈ ദമ്പതികൾക്ക് അവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അവരുടെ വിവാഹ ദിവസത്തിനെ പറ്റി. എനിക്ക് തോന്നുന്നു അവർ ജെറുസലേമിൽ വിവാഹം കഴിഞ്ഞുള്ള വിരുന്നിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സ്ഫോടനവും ഈ അലേർട്ടും ഒക്കെ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജെറുസലേമിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നിലായിരുന്നു അവർ ആ വിരുന്നൊരുക്കാനിരുന്നത്. നോട്ടർഡാമിലെ ഏറ്റവും വലിയൊരു ഹോട്ടലിലായിരുന്നു ഇരുന്നത്. അവിടെ വെച്ച് ഈ അലേർട്ട് വന്നതോടുകൂടി ഇവർ അവിടെ നിന്നും ഇറങ്ങി ഈ ബങ്കറിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ശേഷം അവിടെ കൂടി നിന്ന ആളുകൾക്ക് മുന്നിൽ അവർക്ക് ആ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ശരിയാണ്, ബങ്കറിലാണ്, യുദ്ധമാണ്, വലിയ സ്ഫോടനം പുറത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണല്ലോ കടന്നു പോകുന്നത്. അത് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ അവർക്കും തോന്നിക്കാണില്ല. അതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും അവിടെ വെച്ച്, ആ ബങ്കറിനുള്ളിൽ വെച്ച് നൃത്തം ചെയ്യുന്ന ഈ ദമ്പതികളുടെ ഈ വീഡിയോ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതയും എഴുത്തുകാരിയും ഒക്കെ ആയ ഒരു ഇസ്രായേൽ സ്വദേശിയാണ് ഈ ഒരു വീഡിയോ ട്വിറ്ററിലൂടെ എക്സിലൂടെ പങ്കുവെക്കുന്നത്. അങ്ങനെ അത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ജീവിതം തന്നെയാണ്, ഇതിൽ ഓരോ നിമിഷങ്ങളും തന്നെയാണ്. അത് യുദ്ധത്തിൻ്റെ പേരിൽ, സംഘർഷങ്ങളുടെ പേരിൽ, കേവലം നേതാക്കൾ തമ്മിലുള്ള ആഹ്വാനങ്ങളുടെ പേരിലൊക്കെ വിട്ടുകളയാൻ അവർക്ക് തോന്നിക്കാണില്ല. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഭാഗമായി തന്നെയായിരിക്കും അങ്ങനെ ഒരു വീഡിയോ. തീർച്ചയായും സൗമ്യ, വലിയൊരു യുദ്ധഭൂമിക്ക് നടുക്ക് നിൽക്കുമ്പോൾ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ആശ്വാസം, ആ ഒരു സന്തോഷം അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. വേദന നിറയുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എന്നുകൂടി പറയുകയാണ്. ശരി സൗമ്യ.